അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഉസ്താദ് സൂചിപ്പിച്ച ഒരുപാട് മഹത്തുക്കൾ അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. നമുക്കറിയാം, ദുൽഖഅദ് 15 ഉസ്താദ് സൂചിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംസ്ഥയുടെ പ്രസിഡന്റായിരുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ അവരുടെ ആണ്ടിന്റെ ദിവസം, 10ാമത്തെ ആണ്ടായിരുന്നു. ഓരോ കണക്കും ഓരോ വിഷയങ്ങളും എന്താ അറിയോ, ഇതിന് ശേഷം എന്തുണ്ടാവും? ഇഷ്ടം പറഞ്ഞില്ലേനോ? ചോദ്യം ഉണ്ടാവും, ഉത്തരം ഒരു സമ്മാനം ഉണ്ടാവും അല്ലേ? അപ്പൊ ചോദ്യം ചോദിക്കാനുള്ള കണക്കുകൾ എന്റെ സംസാരത്തിൽ ഉണ്ടാവണം. അതിനാണ് ഈ കണക്ക് പറഞ്ഞ, ഈ കണക്കാർ അതും ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ചോദിക്കാനുള്ളത്, നമ്മളിപ്പം സ്വാലിഹീങ്ങളായ നല്ല നല്ല ആളുകളെ പറ്റി പറയുക, അവരെ സ്മരിക്കുക, അവരെ ഓർക്കുക, ഇതൊക്കെ നമ്മൾ ദോഷം കൊടുക്കാൻ കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മാസത്തിലും ആ മാസത്തിൽ പറഞ്ഞു പോയ മഹത്വങ്ങളെ പറ്റി പറഞ്ഞു അറിയാവുന്നതും നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. അള്ളാഹു രൂപത്തിലാക്കി മാറ്റുമാറാവട്ടെ. മഹാനായ കാളമ്പാടി ഉസ്താദ് 1934 ജനിക്കുന്നത്. 1934 അതാരൊക്കെ എഴുതിയിട്ടുണ്ട്. 1934 ജനിക്കുകയും 2012 ഒക്ടോബർ 2 അതായത് ദുൽഖഅദ് 15 ഈ ഗാവത്തോട് ഇവിടെ പറയുന്നത്. അതിന്റെ അടുത്ത് ജീവിതകാലം മുതൽ മരണം വരെ ദീനീ ഖിദ്മത്തിലായിക്കൊണ്ടും ദീനീ പ്രവർത്തനങ്ങളായിക്കൊണ്ടും അതിലുപരി പരിശുദ്ധമായ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, മുഴുവൻ സമയം വിജ്ഞാനവുമായി മതപരമായ വിജ്ഞാനവുമായി സമയം കഴിച്ചു കൂട്ടിയ വലിയൊരു മഹത്വപ്പെട്ട ഒരു മഹാനായിരുന്നു കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. പിതാവിൽ നിന്നും പഠിച്ചു, പിന്നെ മദ്രസ സ്കൂൾ പറഞ്ഞ ശേഷം ഒരുപാട് വലിയ വലിയ അറിയപ്പെട്ട മഹത്തുക്കളിൽ നിന്നും പല കിതാബുകൾ ഓതി പഠിക്കുകയും എല്ലാ കിതാബും ആയത്തിൽ പഠിച്ചിറങ്ങി അതിലൊക്കെ വലിയ അറിവ് നേടുകയും പിന്നീട് വാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി 1959 വാഖിയാത്തിൽ അദ്ദേഹം ചേരുന്നത്. അവിടെ നിന്നും വാക്കവി ബിരുദമെടുത്തു 1961. 59 ചേർന്നു, 2 വർഷം പഠിച്ചു, 61 ബിരുദം വാങ്ങി പുറത്തു വന്നു. എന്നാൽ അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 59 തന്നെയാണ്. വാക്യാൽ ചേർന്നു കൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 1959. പിന്നീട് ഒരുപാട് സ്ഥലത്ത് മുദരിസായിട്ടും കാദിയായിട്ടൊക്കെ ജോലി ചെയ്യുകയും അവസാനം പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയും ചെയ്തു. പിന്നെ മരണം വരെ അവിടെ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് സമസ്തയുടെ കീഴടങ്ങളിൽ ഒരുപാട് പ്രവർത്തിക്കുകയും ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഓടി നടക്കുകയും അങ്ങനെ സമസ്തയെ പ്രവർത്തിച്ച് 2004 സമസ്തയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും സമസ്തയുടെ പ്രസിഡന്റുമാരിൽ 8ാമത്തെ പ്രസിഡന്റായിരുന്നു കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. 8ാമത്തെ പ്രസിഡന്റായിട്ട് 2004 തിരഞ്ഞെടുക്കുകയും 8 വർഷം സമസ്തയുടെ പ്രസിഡന്റായി തുടരുകയും 2012 വഫാത്താകുന്നത്. അതേ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. അങ്ങനെ വഫാത്തായിട്ട് എത്ര വർഷമായി? 2012 ഇത് 2024, 12 വർഷമായി വഫാത്തായിട്ട്. അവരൊക്കെ വരച്ചു കാണിച്ചെന്ന ഒരു രേഖയുണ്ട്, ഒരു മാതൃകയുണ്ട്. ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, സാമ്പത്തികമായിട്ട് അവർക്ക് ഒന്നുമില്ലായിരുന്നു, സമ്പത്തുമായിട്ട് ഒരുപാട് കീഴ്പോട്ടായിരുന്നു. സ്വന്തമായിട്ട് വാഹനങ്ങളോ അതില്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ നല്ലൊരു വാഹനം കൊണ്ടുപോകാൻ പറ്റിയ വഴിയൊന്നുമില്ലാതെ ദുനീവിയായ സുഖ സൗകര്യങ്ങളൊന്നും അവർക്ക് ഇല്ല എന്ന് മാത്രമല്ല, ആ ഒരു ആഗ്രഹം പോലെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു. അവർ മുഴുവൻ സമയവും സമസ്ത എങ്ങനെ വളർത്താം, സമസ്തയെ വീണ്ടും എങ്ങനെ പുരോഗതിയെത്തിക്കാം, സമസ്തയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം,
നമ്മുടെ മക്കളെ എങ്ങനെ ദീനി ബോധമുള്ള ആളുകളാക്കി മാറ്റാം എന്നുള്ള ചിന്താഗതിയുമായി ജീവിക്കുകയും ആ രൂപത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. നമുക്കറിയാം, സമസ്തയെ പ്രവർത്തിച്ച എല്ലാ മഹത്വക്കൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. സമസ്തയെ പ്രവർത്തിച്ച പ്രസിഡന്റുമാരാവട്ടെ, സെക്രട്ടറിമാരാവട്ടെ, സമസ്തയെ 100% നെഞ്ചിലേറ്റ് ജീവിച്ച മഹത്വക്കളുടെ ഒരു പ്രത്യേകതയാണ് മരിക്കുന്ന സമയത്ത് എന്തായിരിക്കും. നമ്മൾ ഒരുപാട് ആള് ചരിത്രം കണ്ടിട്ടുണ്ട്. മരിക്കുന്ന ആളെ മനുഷ്യൻ കലിമ ചൊല്ലിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഈ കലിമ ചൊല്ലാതെ മരണപ്പെട്ടാലും ഒന്ന് നരകത്തിന് പറയാൻ പറ്റൂല. കലിമ ചൊല്ലി നമുക്ക് ഉറപ്പിക്കാം എന്ത്, അവൻ സ്വർഗത്തിലാണെന്ന്. സമസ്തയെ പ്രവർത്തിച്ച എല്ലാ മഹത്തുക്കളും മരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ആളുകൾ കേൾക്ക രൂപത്തിലായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലാറുള്ളത്. അതിനൊക്കെ പ്രചോദനമാക്കിയത്, ആ രൂപത്തിലേക്ക് അവനെ നയിച്ചത് ഈ സമസ്തയുടെ പ്രവർത്തനങ്ങളും ഈ ദീനിപരമായിട്ടുള്ള ചിട്ടകളും ഈ ദീനി പ്രചരണത്തിന്റെ ഭാഗവുമാണ് അവരെ ആ രൂപത്തിലേക്ക് എത്തിച്ചത് എന്ന് മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ച് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കമുള്ള എല്ലാ പ്രവർത്തകന്മാരുടെയും എല്ലാ മഹത്തുക്കളുടെയും സയ്യിദന്മാര് അവർക്ക് ഗുരുത്വം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിലും അമലിലും നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.